ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇൻവിൻസിബിൾ കോമിക് സീരീസിന്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ്. ഞാനിത് ആദ്യമായിട്ടാണ് കോമിക് ബുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുമെന്ന്, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സ്റ്റോറിയിൽ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ടുഡേ നമ്മൾ കവർ ചെയ്യുന്നത് ഇൻവിൻസിബിൾ കോമിക്കിന്റെ ഫസ്റ്റ് ഇഷ്യൂ ആണ്. സൂപ്പർ ഹീറോ സ്റ്റോറി ആണെങ്കിലും ഇത് നോർമൽ സൂപ്പർ ഹീറോ യൂണിവേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മളെ മെയിൻ ക്യാരക്ടറിന്റെ പേര് മാർക്ക് ഗ്രേസൺ. മാർക്ക് ടോയ്ലറ്റിന്റെ അകത്തിരുന്ന് കോമിക് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ അമ്മ വെളിയിൽ നിന്ന് കതവിൽ തട്ടിയിട്ട്, ഇനിയും നീ ഇത് തുടരുകയാണെങ്കിൽ നിനക്ക് വല്ല ഹാർട്ട് അറ്റാക്കും വരും, ആ കോമിക് ബുക്ക് വായിക്കുന്നത് നിർത്തിയിട്ട് ഇറങ്ങി റെഡിയാവും, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ ലേറ്റ് ആവും എന്ന് അവന്റെ അമ്മ പറയുന്നു. മാർക്ക് പറയും, ഡോൺ വറി, ഞാൻ ലേറ്റ് ഒന്നും ആവൂല. പറഞ്ഞ പോലെ തന്നെ അവൻ പെട്ടെന്ന് റെഡിയായി വരികയും ചെയ്തു. വെറും 10 മിനിറ്റ് കൊണ്ട് റെഡിയായ. ഞാൻ നിന്നെ സംശയിക്കാൻ പാടില്ലായിരുന്നു മോനെ. അച്ഛൻ എവിടെ പോയി? ഇന്നലെ രാത്രി ഒന്നായിരുന്നോ? ഇല്ല, അടുത്തിടെ അച്ഛന് ജോലിയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ അദ്ദേഹം എവിടെയാണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ. അമ്മ TV ഒന്ന് ഓണാക്കോ. മാർക്കിന്റെ അച്ഛൻ ഒരു സൂപ്പർ ഹീറോയാണ്. അദ്ദേഹത്തിനെ എല്ലാവരും ഒമ്നിമാൻ എന്നാണ് വിളിക്കുന്നത്. ന്യൂസിൽ നമ്മളെ മാർക്കിന്റെ അച്ഛനായ ഒമ്നിമാൻ ഡ്രാഗനെ പോലെ ഇരിക്കുന്ന ഒരു മോൺസ്റ്റർ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന വാർത്ത കാണിക്കുകയാണ്. ഏറെക്കുറെ 10 മണിക്കൂർ ഒമ്നിമാൻ ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് എന്ന് ന്യൂസിൽ പറയുന്നു. ഇപ്പൊ മനസ്സിലായി അച്ഛൻ എവിടെയായിരുന്നെന്ന്. ഞാൻ ടൈവാനിൽ ഇതുവരെ പോയിട്ടില്ല, വരുമ്പോ എനിക്ക് വല്ലതും കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്ന് അവന്റെ അമ്മ പറയുന്നു. ഹേ മാർക്ക്, നിക്കടോ. ഓ ഹേ വില്യം. മാർക്കിന്റെ കൂട്ടുകാരൻ വില്യം വന്നിട്ട്, നമ്മളെല്ലാരും ഒന്ന് വെളിയിൽ കറങ്ങാൻ പോകുന്നു, നീ വരുന്നുണ്ടോ? സോ നമ്മളെ മാർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവൻ പറയും, മാർക്ക് പറയും, എനിക്ക് വരാൻ പറ്റത്തില്ല, 20 മിനിറ്റിനുള്ളിൽ അവന് ജോലിക്ക് കയറണമെന്ന് പറയും. ഓ, നിനക്ക് ജോലിയുള്ള കാര്യം ഞാൻ മറന്നു. അവന്റെ കൂട്ടുകാരനൊരു താങ്ക്സും പറഞ്ഞ് മാർക്ക് അവിടെ നിന്ന് പോണു. മാർക്ക് വേസ്റ്റ് എല്ലാം കളക്ട് ചെയ്ത് വെളിയിലെ വലിയ വേസ്റ്റ് ബോക്സിൽ ഇടാൻ നോക്കുമ്പോൾ മാർക്ക് പയ്യാണ് എറിഞ്ഞെങ്കിലും അത് ആകാശത്തോട് തെറിച്ചുപോയി. സമയമായി. സോ മാർക്കിനും അവന്റെ അച്ഛനുള്ള പോലെ തന്നെ സൂപ്പർ പവേഴ്സ് ശരീരത്ത് കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് കഴിക്കാം, നിന്റെ അച്ഛൻ ഇന്നൊന്നും വരുമെന്ന് തോന്നണില്ല. ഇന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ദിവസമായിരുന്നു. അടുത്ത സെക്കൻഡിൽ ഒമ്നിമാൻ, അതായത് നമ്മളെ മാർക്കിന്റെ അച്ഛൻ വന്ന് കസേരയിരിക്കുന്നു. സോറി, ഞാൻ ലേറ്റായി പോയി. വരുന്ന വഴിക്ക് ഈജിപ്തില് ഫ്ലഡിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയി, മാർക്കിന്റെ അമ്മേന്റെ പേര് ഡെബി എന്നാണ്. ഡെബി ചോദിക്കും, ആ ഡ്രാഗന്റെ കാര്യം എന്തോന്നായി? ആ ഡ്രാഗനെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ കാര്യങ്ങൾ എളുപ്പമായി. പക്ഷെ അത് മനസ്സിലാക്കുന്നവരെ സിവിലിയൻസിനെ സേഫ് ആയിട്ട് വെക്കുന്നതായിരുന്നു പാട്. ഒമ്നിമാന്റെ നോർമൽ നെയിം നോളൻ എന്നാണ്. നോളൻ ഭൂമിയിൽ സയൻസ് ഫിക്ഷൻ, ട്രാവൽ, നോവൽസ് ഒക്കെ എഴുതുന്ന ഒരു എഴുത്തുകാരന്റെ ജോലിയാണ്. അദ്ദേഹത്തിന്റെ സൂപ്പർ ഹീറോ ഐഡന്റിറ്റി പബ്ലിക്കിൽ സീക്രട്ട് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഫാമിലിയിലുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾ അടുത്ത ബുക്കിന്റെ കാര്യവും ചോദിച്ചുകൊണ്ട് പബ്ലിഷർ വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു റിസർച്ചിന്റെ ഭാഗമായിട്ട് ട്രിപ്പ് പോയിരിക്കുകയാണെന്ന്. ഈ ആഴ്ചയിൽ ഒരു ദിവസം ലീവ് എടുക്കാം, എന്നിട്ട് അവർക്കൊരു ബുക്ക് എഴുതി കൊടുക്കാം. അന്നത്തെ ദിവസം ഗാർഡിയൻസ് ഓഫ് ദ ഗ്ലോബ് ജോലി നോക്കിക്കോളും. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക്? ഫൈൻ, എനിക്ക് സൂപ്പർ പവേഴ്സ് വരുന്നെന്നാണ് തോന്നുന്നത്. അത് കൊള്ളാം, ആ ഉരുളക്കിഴങ്ങ് ഇത്തിരി എടുത്തു തരൂ എന്ന് അവന്റെ അമ്മ പറയും. അങ്ങനെ മാർക്ക് വീട്ടിന്റെ റൂഫിന്റെ മുകളിൽ കയറി പറക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അച്ഛൻ പറഞ്ഞത് ഇത് ചെറിയൊരു റിഫ്ലക്സ് ആണ്. അച്ഛനെ പോലെ തന്നെ എന്റെ ശരീരം ഡ്യൂറബിൾ ആണെങ്കിൽ തറയിൽ വീണാലും എനിക്കൊന്നും പറ്റത്തില്ലല്ലോ. പക്ഷെ എനിക്ക് പറക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഇൻവൾണറബിലിറ്റിയും കാണത്തില്ലല്ലോ എന്നും പറഞ്ഞ് മാർക്ക് റൂഫിന്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുവാണ്. അങ്ങനെ നമ്മളെ മാർക്ക് പറക്കാൻ പഠിച്ചു. ഓ, നമ്മൾ ഇതെല്ലാം കുഴപ്പത്തിലാക്കിയല്ലോ. നമ്മളോ? പിന്നെ പോലീസ് ഇത്രയും പെട്ടെന്ന് വന്നത് എന്റെ കുഴപ്പമാണോ? ഈ ഡയമണ്ട് മോഷ്ടിക്കാൻ വേണ്ടി വരുമ്പം അതിന് സെക്യൂരിറ്റി ആയിട്ട് പോലീസുകാർ കാണോ നമുക്ക് അറിഞ്ഞൂടെ? അവരെ തടയാനാണ് പൈസ ഇറക്കി നിന്നെ കൊണ്ടുവന്നത്. നീ പോലീസുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുമായിരുന്നു. മണ്ട, നീ എന്തിനാണ് ഞങ്ങളുടെ ഒപ്പം ഓടി വന്നത്? ബുള്ളറ്റ്സ് എന്റെ ശരീരത്ത് കൊള്ളുമ്പോൾ അത് ബൗൺസ് ചെയ്തു പോകും എന്നല്ലാതെ ഇത് എനിക്ക് വേദന ഉണ്ടാക്കുന്നില്ല എന്ന അർത്ഥമില്ല. അവര് നമ്മളെ പിടിക്കാനൊന്നും പോണില്ല. ആ ഫെൻസിന്റെ അപ്പുറത്തോട്ടൊന്ന് എത്തിക്കോ. അപ്പോഴത്തേക്കും അവിടെ പെട്ടെന്ന് ഒരു സൂപ്പർ ഹീറോ വന്ന് സിമന്റ് ശരീരത്ത് പുരട്ടിയിരിക്കുന്ന പോലത്തെ അവനെ ഇടിച്ച് തറയിലോട്ട് ഇടുവാണ്. ആരാടാ നീ? നീ നമ്മളെ തടയാൻ വന്നയാണോ അതോ നമ്മളെ കയ്യിലുള്ള സാധനം മോഷ്ടിക്കാൻ വന്നയാണോ? എന്റെ ഔട്ട്ഫിറ്റ് കുറച്ച് മിസ്ലീഡിങ് ആണെന്ന് തോന്നുന്നു. കണ്ടിട്ട് മോഷ്ടാവിനെ പോലെ ഉണ്ടോ? നീ ഇത് എന്തോന്നാ ഇട്ടേക്കുന്നത്? നിനക്ക് പവേഴ്സ് കിട്ടിയിട്ട് എത്ര നാളായി? ഒരാഴ്ച ആയോ എന്ന് നമ്മളെ ഒമ്നിമാൻ പറയുവാണ്. സോ വേഷം മാറി വന്നത് നമ്മളെ മാർക്കാണ്. 2 വീക്കായി. പറക്കാൻ നേരം ആരും തിരിച്ചറിയാതിരിക്കാൻ ഞാൻ ഈ ഡ്രസ്സാണ് ഇടുന്നത്. ഇനി നീ ഈ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് കറങ്ങണ്ട.
ഇവരെ എടുക്കാൻ പോലീസുകാർ വന്നോളും, നമുക്കൊരു സ്ഥലം വരെ പോവാം എന്ന് പറഞ്ഞ് ഒമ്നിമാൻ സൂപ്പർ ഹീറോ കോസ്റ്റ്യൂംസ് ഒക്കെ ഉണ്ടായി കിടക്കുന്ന ഒരാളുടെ അടുത്ത് മാർക്കിനെ കൊണ്ടുപോകും. അപ്പോ മാർക്കിന്റെ സൂട്ടിനെ കുറിച്ച് അവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഒമ്നിമാൻ ഒരു അർജന്റ് കോൾ വരും. എവിടെയോ ഈസ്റ്റ് സൈഡ് ബ്രിഡ്ജ് എന്തോ തകരുവാണ് എന്ന് പറഞ്ഞ് ഒമ്നിമാൻ അവിടെ നിന്ന് പോകും. സൂട്ടിനെ പറ്റി എന്താണ് നിന്റെ അഭിപ്രായം, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ആ കോസ്റ്റ്യൂമർ മാർക്കിന്റെ അടുത്ത് ചോദിക്കും. മാർക്കിന് എന്തോ ആ സൂട്ട് അത്ര ഐക്കോണിക് ആയിട്ട് തോന്നിയില്ല. ഞാൻ ഐക്കോണിക് എന്ന് ഉദ്ദേശിച്ചത് മനസ്സിലായോ? അപ്പൊ ആ കോസ്റ്റ്യൂമർ പറയും, ഞാൻ ഇത് എപ്പോഴും കേൾക്കാറുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം ആർക്കും അറിയില്ല. മാർക്കിന്റെ അടുത്ത് നിന്റെ സൂപ്പർ ഹീറോ നെയിം എന്തുവാണെന്ന് ചോദിക്കും. അത് ഫിക്സ് ചെയ്തോ? ഞാൻ ഇതുവരെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. അപ്പൊ നീ ആദ്യം ഒരു പേര് കണ്ടുപിടിക്ക്, അത് വെച്ചിട്ട് ഞാൻ നല്ലൊരു സൂട്ട് നിനക്ക് ക്രിയേറ്റ് ചെയ്ത് തരാം. അടുത്ത ദിവസം മാർക്ക് അവന്റെ ക്ലാസ് ഇരുന്ന് പഠിക്കുകയാണ്. അന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ് എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങുന്നു. കപ്പിൾസ് സംസാരിക്കുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച് നമ്മൾ ഇന്ന് വെളിയിൽ പിസ്സ കഴിക്കാൻ പോണെന്ന്. പോയാണ്, എനിക്കിന്ന് രാത്രി ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ട്. ഇവന്റെ പേര് ഡെറക് എന്നാണ്. ഡെറക് ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കണം, എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ എന്തോന്ന് ഇത് എന്ന് ഡെറക് പ്രിൻസിപ്പലിന്റെ അടുത്ത് ചോദിക്കും. അങ്ങനെ നമ്മളെ മാർക്ക് ബുക്കൊക്കെ എടുത്ത് അവന്റെ ഷെൽഫിൽ വെക്കുമ്പോ ഒരുത്തൻ പിള്ളേരെയൊക്കെ ബുള്ളി ചെയ്ത് മാർക്കിന്റെ അടുത്തോട്ട് വരെയാണ്. അങ്ങനെ മാർക്ക്, നീ എന്തിനാണ് അവനെ ശല്യം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നീ എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ എതിർത്ത് സംസാരിക്കും. അങ്ങനെ മാർക്കിനെ അവൻ ചെറുതായിട്ടൊന്ന് തള്ളും. മാർക്ക് അവനെ ഷെൽഫോട് ചേർത്ത് ഒരച്ചങ്ങ് വെക്കും. അങ്ങനെ മാർക്കിനെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലോട്ട് കൊണ്ടുപോകും. മിസ്റ്റർ ഗ്രേസൺ, ഇന്ന് എന്താണ് അവിടെ നടന്നത് എന്ന് പ്രിൻസിപ്പൾ ചോദിക്കുമ്പോൾ മാർക്ക് നടന്ന കാര്യങ്ങളൊക്കെ പ്രിൻസിപ്പലിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. മാർക്ക് പറയും, ഞാൻ നല്ലോണം പഠിക്കുന്ന ഒരു കൊച്ചാണ്, അടുത്ത വർഷം നല്ലൊരു കോളേജിലോട്ട് ഞാൻ മാറും, എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊന്നും എനിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ പ്രിൻസിപ്പൾ പറയും, എനിക്ക് നീ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, സെക്യൂരിറ്റി ഗാർഡ്സിനെയോ ടീച്ചേഴ്സിനെയോ ഇൻഫോം ചെയ്യണം എന്ന് പ്രിൻസിപ്പൾ പറയും. ആ ചെറുക്കന് നിന്റെ 2 ഇരട്ടി സൈസ് ഉണ്ട്. ഇവിടത്തെ എല്ലാ പിള്ളേരെയും രക്ഷിക്കുന്നത് നിന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, കാരണം നീ ഇൻവിൻസിബിൾ അല്ല. അങ്ങനെ മാർക്കിന് അവന്റെ സൂപ്പർ ഹീറോ നെയിമിനുള്ള ഒരു ഐഡിയ പ്രിൻസിപ്പൾ കൊടുത്തു. കുറച്ച് വില്ലന്മാര് ബാങ്ക് ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, ആരും അനങ്ങരുത്, ഞങ്ങൾക്ക് നിങ്ങളുടെ ജീവനല്ല വേണ്ടത്, നിങ്ങളുടെ പൈസ മാത്രമാണ്. എല്ലാം ഇതിലുണ്ട്, എല്ലാം കാണണം, അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. കമോൺ ബോയ്സ്, നമുക്ക് ഇവിടെ നിന്ന് പോവാൻ സമയമായി, പോലീസ് വരും മുമ്പേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. മാറി നിക്ക് തള്ളേ. സ്റ്റീവ്. അങ്ങനെ ഈ ഇഷ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. സോ നമുക്ക് രണ്ടാമത്തെ ഇഷ്യൂല് കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.